Hello my dears, welcome back to statistics class. Today I am going to discuss some problem related to binomial distribution. അതിൽ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് അസൈൻമെൻ്റ് ആക്കി തന്ന ആ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. 8 unbiased coins are tossed simultaneously. Find the probability of getting exactly 2 heads, at most 3 heads or at least 7 heads. ഇത്രയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 8 അൺബയാസ്ഡ് കോയിൻസ് ടോസ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ടോസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അറ്റ്മോസ്റ്റ് 3 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷനിലേക്ക് ഒന്ന് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയാം, ഒരു അൺബയാസ്ഡ് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ആവും. ഒന്നില്ലെങ്കിൽ ഹെഡ് വരാം, ഒന്നില്ലെങ്കിൽ ടെയിൽ വരാം. അപ്പോൾ അവിടെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ് അല്ലേ? അപ്പം എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാൻ കാരണം എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ അസംഷൻസും ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? മെയിനായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ഓരോ ട്രയലിലും അവിടുത്തെ സക്സസ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്, ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ എന്നുള്ള അസംഷൻസൊക്കെ ഈ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇതിനെ എന്തിലേക്ക് അപ്ലൈ ചെയ്യുക? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റീസൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എക്സ് എന്നുള്ള റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. 8 പ്രാവശ്യം കോയിന് ഒരുമിച്ച് ടോസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടിൽ അവിടുത്തെ എത്ര ഹെഡ് വന്നു എന്നുള്ളതാണ് ഈ ക്യാപിറ്റൽ ലെറ്റർ എക്സ്, അതായത് റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം എക്സ് അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ അല്ലേ, ക്യാപിറ്റൽ എക്സ് എന്നുള്ള റാൻഡം വേരിയബിൾ അപ്പോൾ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. വിത്ത് പാരാമീറ്റേഴ്സ് എന്തെല്ലാമായിരിക്കാം? 8 പ്രാവശ്യം ഒരുമിച്ച് ടോസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ n എന്ന് പറയുന്നത് 8 ആയിരിക്കാം. ഇനി പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്താണ്? പി എന്ന് പറയുന്നത് എന്താണ്? 0.5. അപ്പോൾ നമുക്ക് അവിടുത്തെ പ്രോബബിലിറ്റി ആ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 8 and 0.5. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF എങ്ങനെയായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ NCX P റേസ് ടു എക്സ് Q റേസ് ടു n-x. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n, P എന്നാണ് അല്ലേ? പക്ഷേ നമ്മൾ ഇവിടെ നമുക്ക് എന്താണ് എന്നിൻ്റെ സ്ഥലത്ത് 8ഉം പീൻ്റെ സ്ഥലത്ത് 0.5ഉം കിട്ടി. അപ്പം നമ്മളുടെ PMF എന്തായിരിക്കും? PMF എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 8CX അല്ലേ? പിന്നെ നമ്മളുടെ പി എന്ന് പറയുന്നത് എത്ര? എന്നിൻ്റെ സ്ഥലത്ത് 8 എന്ന് കൊടുത്തു. പി എന്ന് പറയുന്നത് 1/2 എന്നാണ്, 0.5 എന്നല്ലായിരുന്നു, 1/2 എന്നാണ്. 1/2 റേസ് ടു പി റേസ് ടു എക്സ് എന്നാണ് അല്ലേ? 1/2 റേസ് ടു എക്സ് എന്നായി. പിന്നെ ക്യൂ എന്നുള്ളത് ഇവിടെ 1/2 എന്നാണ്. എൻ എന്നുള്ളത് 8 ആണ്, 8 - x. അപ്പോൾ നമുക്ക് കിട്ടിയ PMF എന്ന് പറഞ്ഞാൽ 8CX 1/2 റേസ് ടു എക്സ് 1/2 റേസ് ടു 8 - x എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും, 1/2 റേസ് ടു എക്സും 1/2 റേസ് ടു -xഉം രണ്ടും എന്തായി പോവും? ക്യാൻസലായി പോകും അല്ലേ? 0 ആവും. അപ്പോൾ എന്താണ് 1 ആയി മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേം എന്ത് വരും? 8CX 1/2 റേസ് ടു 8 എന്ന് കിട്ടും അല്ലേ? 8CX 1/2 റേസ് ടു എക്സ്. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ഹെഡ്സ് എന്നാണ്. പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ഹെഡ്സ് എന്നാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്മോൾ ലെറ്റർ എക്സ് ഉള്ളതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 8CX 1/2 റേസ് ടു എക്സ് എന്നാണ്. എക്സ് വാരി ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0, 1, 2, 8 ആണ് അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആവാൻ നമുക്ക് എന്ത് എഴുതാം? 8C സ്മോൾ ലെറ്റർ എക്സിനോടത്ത് 2 എന്ന് എഴുതി 1/2 റേസ് ടു
8 എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 256 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്സ് ആണ്. ഇനി അറ്റ്മോസ്റ്റ് 3 ഹെഡ്സ് കിട്ടാനുള്ളത്, അറ്റ്മോസ്റ്റ് 3 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? അപ്പോൾ അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓറാണ് അല്ലേ. അറ്റ്മോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഒന്നില്ലെങ്കിൽ ഗെറ്റിംഗ് 0, 1 ആവാം, 2 ആവാം, ഓർ 3 ഹെഡ് ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, 1, 2 ഓർ 3. ഇവിടെ ഓറാണല്ലേ. ഓറാവുന്ന സമയത്ത് നമുക്ക് എന്താ? എക്സ് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് വരാം. ഇതിൻ്റെ പ്രോബിലിറ്റി, ഇതിൻ്റെ എല്ലാ പ്രോബിലിറ്റി നമ്മൾ എങ്ങനെ ഇനി കണ്ടുപിടിക്കുക? ഇത് നോക്കുക, ഈ PDF നോക്കുക. എങ്ങനെ നമ്മൾ കണ്ട പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്ന സമയത്ത് നമ്മളുടെ കയ്യിലുള്ള PMF എന്തായിരുന്നു? 8CX 1/2 റേസ് ടു 8 എന്നാണ്. അപ്പം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്ന സമയത്ത് ഈ സ്മോൾ ലെറ്റർ എക്സിൽ 0 കൊടുക്കുക. അപ്പോൾ 8C0 1/2 റേസ് ടു 8 എന്ന് വരുന്നു. അതേമാതിരി തന്നെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈ എക്സിൻ്റെ സ്ഥലത്ത് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് 8C1 1/2 റേസ് ടു 8 എന്ന് കിട്ടും അല്ലേ. പിന്നെ അടുത്ത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ള 8C2 1/2 റേസ് ടു 8 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്നാണ്. അപ്പോൾ 8C3 1/2 റേസ് ടു 8 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 93 ഡിവൈഡ് ബൈ 256 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ഹെഡ്സ് 28 ഡിവൈഡ് ബൈ 256 എന്നും കിട്ടി. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 3 ഹെഡ്സ് 93 ഡിവൈഡ് ബൈ 256 എന്നും കിട്ടി. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ്, അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താവാം? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ്? 7 ആവാം, അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 7 ഓർ 8 ഹെഡ്സ് അല്ലേ. മാക്സിമം അവിടെ പോകുന്ന എത്രയാണ്? 8 എണ്ണമാണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 7 ഓർ 8 ഹെഡ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 7 അല്ലേ. എക്സ് എന്നുള്ള റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 7 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 8 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ആ NCX നമ്മളെ PDF എക്സ് എന്നുള്ളിടത്ത് സ്മോൾ ലെറ്റർ എക്സ് എന്നുള്ളിടത്ത് 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 അടുത്തത് പ്ലസ് 8 പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 8 എന്നുള്ളിടത്ത് സ്മോൾ ലെറ്റർ എക്സിൽ 8ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കാൽക്കുലേഷൻ ചെയ്താൽ ഫൈനൽ ആൻസർ 9/256 എന്ന് കിട്ടും. ഈ പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് പ്രോബിലിറ്റീസ് ഓഫ് 3 സക്സസ് ആൻഡ് 2 സക്സസ് ഇൻ 5 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയൽ ഈസ് 1/3. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് സക്സസ്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് 3 സക്സസും പ്രോബിലിറ്റി ഓഫ് 2 സക്സസിൻ്റെയും 5 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയലിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. മനസ്സിലാവുന്നുണ്ട്? അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് അതിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ പ്രോബിലിറ്റി അതിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 5 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ഈസ് 1/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് 1/3. ദ റേഷ്യോ ഓഫ് പ്രോബിലിറ്റീസ് ഓഫ് 3 സക്സസ് ആൻഡ് 2 സക്സസ് റേഷ്യോ കിട്ടുന്നത് 1/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് സക്സസ്. നമ്മളിവിടെ എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇവിടുത്തെ P ആണ് കണ്ടെത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് പ്രോബിലിറ്റീസ് ഓഫ് 3 സക്സസ് ആൻഡ് 2 സക്സസ് ഓഫ് എ ഇൻ 5 independent Bernoulli trial is 1/3. Find the probability of success. Probabilities of 3 success and probability of 2 success in the Bernoulli trials in the ratio എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടുത്തെ പ്രോബിലിറ്റി ഓഫ് സക്സസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബെർണോളി ട്രയൽസ് ആണ് പറയുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ PN ആണ് നമ്മൾ അവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെ നോക്കുക? ലെറ്റ് P
ബി ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് അല്ലേ. നമ്മൾ പി ആണ് കോമൺ ആക്കി എടുക്കുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ. എക്സ് ഡിനോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സക്സസ് ഇൻ 5 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയൽ. എക്സ് എന്നുള്ള പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ റാൻഡം വേരിയബിൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് സക്സസ് ഇൻ 5 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയൽസ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഫോളോ ചെയ്യുന്നത് ഏതെല്ലാം പാരാമീറ്റേഴ്സ് ആയിരിക്കും ഇവിടെ. എൻ എന്ന് പറഞ്ഞാൽ എന്താ, 5 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയൽസ് എന്ന് പറഞ്ഞാൽ 5 അല്ലേ. പിന്നെ അവിടുത്തെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഡിനോട്ട് ചെയ്ത് പി എന്നാണ്. ഓക്കെ, പിന്നെ നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2ൻ്റെ റേഷ്യോ 1/3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 എത്രയാണെന്ന് നോക്കണം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 എത്രയാണെന്ന് നമ്മൾ നോക്കുക. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇതുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 5C3 അല്ലേ. പിന്നെ പി എന്ന് പറയുന്നത് പി തന്നെ, പി റേസ് ടു എക്സ്, അവിടെയും 3 വരും. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, 1 - പി എന്നാണ്. പിന്നെ n - എക്സ് എന്നല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, n എത്രയാണ്, 5 ആണ്. 5 - 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് ഇവിടെ എഴുതാം. അപ്പം 5C3 P3 റേസ് ടു 1 - പി റേസ് ടു 5 - 3 എന്ന് കിട്ടും. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3ൻ്റെ അതേമാതിരി തന്നെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എങ്ങനെ എഴുതാം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 നമുക്ക് എങ്ങനെ എഴുതാം, നമ്മളുടെ ഇവിടെ n എന്ന് പറയുന്നത് 5 ആണല്ലോ അല്ലേ. 5C2 നമ്മുടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് പി ആണ്. പി റേസ് ടു 2 1 - പി റേസ് ടു എത്രയാണ്, 5 - 2 എന്ന് വരും. ഓക്കെ, 5 - 2 എന്ന് വരും. ഇനി ഇതിൻ്റെ റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/3 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്താ, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈസ് 1/4. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 അറിയാം, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 അറിയാം അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലൊക്കെ ഇങ്ങോട്ട് ടെക്സ്റ്റിലേക്ക് നോക്കുക. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 കിട്ടി, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3യും കിട്ടി. ഇനി പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ്, ഇവിടെ ഇത് എഴുതരുത്, ഈ ടേം എഴുതരുത് കേട്ടോ, ഇതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3ൻ്റെ സ്ഥലത്ത് ഈ ഒരു ഇത് എഴുതാം. ദെൻ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2ൻ്റെ സ്ഥലത്ത് ഈ ഒരു പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനും എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് രണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 5C3 പി റേസ് ടു 3 ഇൻറ്റു 1 - പി റേസ് ടു 2 ഡിവൈഡഡ് ബൈ 5C2 പി റേസ് ടു 2. ഇവിടെ എത്രയാണ്, അതവിടെ ക്ലിയർ ആയിട്ടില്ലേ, ഇവിടെ 2 എന്നുണ്ട് കേട്ടോ, കാണുന്നില്ലേ. അതായത് 2 എങ്ങനെ കിട്ടുക, 5 - 3 എന്ന് വരുന്നത്. 5C2 പി റേസ് ടു 3 1 - പി, ഇവിടെ എന്താ 5 - 2 എന്നല്ലേ. അപ്പോൾ ഇവിടെ 3 എന്ന് വരും. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് പി ക്യാൻസലായി പോവും, ടേംസൊക്കെ ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് റിമൈനിങ് ടേംസ് ഉണ്ടാവുക പി ഡിവൈഡഡ് ബൈ 1 - പി എന്ന് പറയുന്നത് 1/3 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 3p ഈക്വൽ ടു 1 - പി എന്നാണ്. ദറ്റ് ഈസ് 4p എന്ന് പറഞ്ഞാൽ -1 ആണ്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്, പി എന്ന് പറഞ്ഞാൽ 4p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് 3p ഈക്വൽ ടു 1 - പി എന്നല്ലേ കിട്ടി. മിസ് എന്താ പറഞ്ഞു കൊടുത്ത ഒരു തെറ്റിപ്പോയി. അപ്പോൾ 3p + p ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4p ഈക്വൽ ടു 1, p ഈക്വൽ ടു 1/4 എന്ന് വരും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് അവിടെ p ഈക്വൽ ടു 1/4 എന്ന് കിട്ടി.
ഒരു പ്രാവശ്യം കൂടെ മിസ് ഈ ഒരു ഇത് വെച്ച് പറഞ്ഞു തരാം. നമുക്കറിയാം അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പി എന്നുള്ളതാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആക്കി ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് എന്നുള്ള റാൻഡം വേരിയബിളാണ് അവിടുത്തെ സക്സസ് 5 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയൽസിലുള്ള സക്സസ്സിനെയാണ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 5, എന്നാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3യും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2ൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ടേം എഴുതരുത് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 കണ്ടുപിടിച്ചു, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3യും കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ആവും. എന്നിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിവിടെ എഴുതി. അത് എത്രയാണ്? 5c3 p⁻3 1 മൈനസ് p⁻2 എന്ന് എഴുതി. അടുത്ത പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2ൻ്റെയും ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2ൻ്റെ PMF അവിടെ എഴുതി. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പി കണ്ടെത്തി. ദാറ്റ് ഈസ് p ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. ഓക്കെ, നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫോർ എ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 6, ഗിവൺ 9p പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നാണ്. ഫൈൻഡ് പി. ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? എക്സ് ഫോളോസ് അല്ലേ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് വിത്ത് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? എന്നും പി ആണ്. എന്നും പി ആണെങ്കിൽ നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എന്നും പി അല്ല, 6ഉം പി ആണെങ്കിൽ നമ്മളോട് അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? 9 × p ഓഫ് എക്സ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ അവിടുത്തെ പി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 6, ആണ്. അപ്പോൾ നമ്മൾ PMF എന്തായി വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്താണ് വരിക? 6cx p⁻⁴ q⁻6 - എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്താവും? c4 p⁻⁴ q⁻6 - ദാറ്റ് ഇസ് 2 എന്നാവും. അപ്പോൾ c4 p⁻⁴ q⁻2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2ൻ്റെ സ്ഥലത്താണെങ്കിലോ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ 6c2 p⁻2 q⁻6 - 2 എന്നാണ്. അപ്പോൾ 4 q⁻4 എന്ന് കിട്ടും. ഓക്കെ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 9p × x ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നാവും. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പ്രോബബിലിറ്റീസൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? പി കണ്ടുപിടിക്കും. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൈമില്ല, അതുകൊണ്ട് മിസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ജസ്റ്റ് ഡയറക്റ്റ് കാൽക്കുലേഷനാണ് ഫസ്റ്റ്, എന്നിട്ട് പി ടേംസൊക്കെ ക്യാൻസലായി. സിമ്പിൾ കാൽക്കുലേഷനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ out of 800 families with 4 children each, how many would you expect to have 2 boys, either 3 or 4 boys? Assume boys and girls are equally probable in that society. 800 ഫാമിലിയിൽ ഔട്ട് ഓഫ് 800 ഫാമിലീസ് വിത്ത് 4 ചിൽഡ്രൻ ഈച്ച്. ഓരോ ഫാമിലിയിലും 4 ചിൽഡ്രൻ ഉണ്ട്. ഹൗ മെനി വുഡ് യു എക്സ്പെക്ട് ടു ഹാവ്? അതിൽ എത്ര ആൾക്ക് 2 ബോയ്സ്, എന്നില്ലെങ്കിൽ ഐദർ 3 or 4 ബോയ്സ്, അല്ലെങ്കിൽ ഇതാണ് നമ്മളോട് അവിടുത്തെ കുട്ടികൾ. ഒന്നില്ലെങ്കിൽ 2 ബോയ്സ്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ 3 or 4 ബോയ്സ്. അസ്യൂം ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വലി പ്രോബബിൾ ഇൻ ദാറ്റ് സൊസൈറ്റി. അവിടെ എന്താണ്? അവിടുത്തെ ബോയ്സും ഗേൾസും ഈക്വൽ പ്രോബബിലിറ്റിയാണ് എന്നാണ് നമ്മളോട് അസ്യൂം ചെയ്യാൻ പറയുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ ബൈനോമിയലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് തന്നിട്ടുണ്ട് അസ്യൂം ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വലി പ്രോബബിൾ ഇൻ ദാറ്റ് സൊസൈറ്റി. ഇനി സൊല്യൂഷൻ നോക്കുക.
ഫസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് 2 ബോയ്സ്. അത് എങ്ങനെ നമ്മൾ കാണുക, ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസ് അല്ലേ. ഇതിൻ്റെ മുന്നേ നിങ്ങൾ ഒരു കാര്യം പറയേണ്ടിയിരുന്നു, എന്നാലും സാരമില്ല. നമ്മൾ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസിനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഫാമിലി ടു ഹാവ് 2 ബോയ്സിനോട് ഇൻറ്റു ചെയ്താൽ നമുക്ക് അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് കിട്ടും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസിന് ഇൻറ്റു പ്രോബബിലിറ്റി ദാറ്റ് എ ഫാമിലി ഹാവ് 2 ബോയ്സിനോട് ചെയ്താൽ നമുക്ക് അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് കിട്ടും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസൊക്കെ കണ്ടുപിടിക്കണം. അപ്പം അവിടെ ടോട്ടൽ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് കിട്ടും കേട്ടോ. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ കണ്ടത് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, അവിടെ ഓരോ ഫാമിലിയിലുള്ളത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് അവിടുത്തെ, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇവിടുത്തെ സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോയ്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ബോയ്സ് ആണ്. അപ്പം അവിടുത്തെ പോസിബിൾ വാല്യൂസ്, എക്സ് ടേക്ക് ചെയ്യുന്ന വാല്യൂസ് ഏതെല്ലാം ആവാം, 0 ആവാം അല്ലേ, ഒന്നിൽ ബോയ്സ് ഇല്ലാത്തതാവാം, 1 ഒരു ബോയ് ഉള്ളതാവാം, 2 ആവാം, 3 ആവാം ആൻഡ് 4 ആവാം. ഇനി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, അസ്യൂമിങ് ബോയ്സ് ആർ ഗേൾസ് ആർ ഈക്വലി ലൈക്ക്ലി, അവിടെ ബോയ്സും ഗേൾസും ഈക്വലി ലൈക്ക്ലി ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി ഓഫ് ബോയ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 1/2 ആണ്. ഏതൊരു ജനനത്തിലും അവിടുത്തെ ഗേൾ വരാനുള്ള ചാൻസ് എന്താണ്, 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് എത്രയായിരിക്കും, നമുക്ക് ഇവിടെ 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബോയ്സ് n എന്ന് പറഞ്ഞാൽ 4 ആണ്. അവിടുത്തെ പ്രോബബിലിറ്റി എന്താണ്, 1/2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ മാസ് ഫങ്ഷൻ 2 ബോയ്സ് ഉള്ളതിൻ്റെ എന്താണ് പ്രോബബിലിറ്റി മാസ് ഫങ്ഷന് മിസ് നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി എഴുതി. ഇവിടെ പാരാമീറ്റേഴ്സ് 4ഉം 1/2 ആയി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ PMF 4C2 1/2 എന്നാക്കി എഴുതാം. അത് കാൽക്കുലേറ്റ് ചെയ്താൽ 6/16 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് 2 ബോയ്സ് ഔട്ട് ഓഫ് 800 ഈസ് അല്ലേ. ഇനി നമ്മൾ അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഇൻറ്റു അവിടുത്തെ ബോയ്സ് വരാനുള്ള പ്രോബബിലിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് 2 ബോയ്സ് എന്നുള്ള നമുക്ക് ഔട്ട് ഓഫ് 800 ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി അല്ലേ. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് ബോയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസ് n ഇൻറ്റു പി ചെയ്താലാണ് നമുക്ക് അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലി കിട്ടുക. അത് ഫിറ്റിങ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രീഫായി പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് 2 ബോയ്സിന് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് നമുക്ക് കിട്ടേണ്ടത് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് ഐദർ 3 or 4 ബോയ്സ് എന്നാണ്. അങ്ങനെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് ഐദർ 3 or 4 ബോയ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പറായിട്ട് നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി ആണല്ലോ ഈ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 3 or 4 ബോയ്സിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക്. അപ്പോൾ അതിനെ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് ഐദർ 3 or 4 ബോയ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്, ഒരു ഫാമിലിയിൽ 3 അല്ലെങ്കിൽ 4 ആൺകുട്ടികളുള്ളതിൻ്റെ പ്രോബബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി ഓഫ് x = 3 or 4 അല്ലേ. ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x = 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് x = 4 ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ x ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഏതെല്ലാം പറഞ്ഞിരിക്കുന്നത്, ഏതെല്ലാം നമ്മൾ എക്സ് ഫോളോ ചെയ്യുന്നത് 4ഉം 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x = 3 എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്മോൾ ലെറ്റർ x ഉള്ളടുത്ത് 3 ഇടുക, സ്മോൾ ലെറ്റർ x ഉള്ളടുത്ത് അടുത്തിൽ പ്രോബബിലിറ്റി ഓഫ് x = 4 ആണെങ്കിൽ സ്മോൾ ലെറ്റർ x ഉള്ളടുത്ത് 4 ഇട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 4C3
4C3 1/2 raised to 3 1/2 raised to 1 പ്ലസ് 4C4 1/2 raised to 4 1/2 raised to 0 എന്ന് കിട്ടും. ഇത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5/60 എന്ന് കിട്ടും. ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് എക്സ്പെക്റ്റഡ് നമ്പറാണ് കാണേണ്ടത്. അപ്പോൾ എക്സ്പെക്റ്റഡ് നമ്പർ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഫ്രീക്വൻസിനിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു ചെയ്താൽ അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് ഐദർ 3 or 4 ബോയ്സ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റി എത്രയാണ്, 5/16 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ എക്സ്പെക്റ്റഡ് നമ്പർ കിട്ടും കേട്ടോ, 215. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം നോട്ട് ഡൗൺ ചെയ്യുക, നമ്മളെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ഫ്രീക്വൻസിനേറ്റ് അതിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫാമിലീസ് വിത്ത് 2 ബോയ്സ് ആണെങ്കിൽ 2 കിട്ടും അല്ലേ. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഈ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾ എങ്ങനെയാണ് കാണുക എന്നുള്ളത്. n ഇൻറ്റു ദാറ്റ് പ്രോബബിലിറ്റി ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/n ഇൻറ്റു സമ്മേഷൻ എഫ് ഓഫ് എക്സ് എന്നല്ലേ, അത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് പറഞ്ഞാൽ ഇതൊരു ഹോംവർക്ക് ആക്കി എടുത്തോളൂ. ഇത് നേരത്തെ പറഞ്ഞു തന്ന അതേമാതിരത്തെ ഒരു ക്വസ്റ്റ്യനാണ്, ഒരു വ്യത്യാസവും. അവിടെ എന്താണ്, അവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/4 തന്നിട്ടുണ്ട്. അതേ റേഷ്യോ ടു 3 സക്സസ് ആൻഡ് 4 സക്സസ് എമോങ് 7 ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയൽ ഈസ് 1/4 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സക്സസ് കണ്ടെത്താനാണ്, സിമ്പിളാണ്. അതെന്താണ് ഈ സൊല്യൂഷൻ മിസ് ഇതാ ഇപ്പോൾ കാണിക്കുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഇതൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യന്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക കേട്ടോ.